ഹായ്, ഞാൻ ജിനോ ആൻ്റണി. ഇന്ത്യൻ ആർമിയിൽ ജവാനായിട്ട് ജോലി ചെയ്യുന്നു. അതുകൂടാണ്ട് പ്രൊഫഷണൽ ആയ ഒരു അൾട്രാ റണ്ണറും കൂടിയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഫ്രാൻസിൽ വെച്ച് നടന്ന 24 മണിക്കൂർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ 265 കിലോമീറ്റർ ഓടി ടോപ്പ് 10-ലെത്തുകയുണ്ടായി. അത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ടോപ്പ് 10-ലെത്തുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചെറുപ്പം തൊട്ടേ എല്ലാം വിജയിച്ചു വന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ ജനനം ചാലക്കുടിയിൽ നിന്നാണ്, പക്ഷെ വളർന്നതെല്ലാം ട്രിവാൻഡ്രത്ത്. എൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരു പാരൻസാണ്. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പം തൊട്ടേ സ്പോർട്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും അതിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം. ഞാൻ പഠിച്ചത് VSSC എന്ന് സെൻട്രൽ സ്കൂൾ അതിലാണ് പഠിച്ചത്. അവിടെ 1 തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. പക്ഷേ അതേപോലെ എല്ലാത്തിലും തോക്കുമായിരുന്നു. എൻ്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും എല്ലാ ഇവൻസിലും, ഫോർ എക്സാമ്പിൾ വോളിബോളിലായിക്കോട്ടെ, ഓട്ടത്തിലായിക്കോട്ടെ, ഡാൻസിലായിക്കോട്ടെ, എല്ലാത്തിനും പങ്കെടുക്കാൻ ഞാൻ എല്ലാത്തിലും താല്പര്യപ്പെടുമായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഞാൻ തോക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 11ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ഞാൻ 1500 മീറ്ററിൽ ഡിസ്ട്രിക്ട് മീറ്റിൽ ഞാൻ ചെറുതായിട്ട് വിജയിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ കേരള CBSE സ്റ്റേറ്റ് മീറ്റിൽ ഞാൻ റെക്കോർഡോടെ ഫസ്റ്റ് വന്നായിരുന്നു. അതിൻ്റെ ഇതിൽ എനിക്ക് നാഷണലിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഉപരി എനിക്ക് വേറെ ഒന്നും അതിൽ ജയിക്കാനൊന്നും പറ്റിയിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടും അല്ല, എൻ്റെ 100% എഫേർട്ട് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷേ ഞാനത് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കരുതുമായിരുന്നു ഞാനൊരു കഴിവില്ലാത്തൊരു ചെക്കനാണ്. കാരണം ബാക്കിയുള്ളവർ വിജയിക്കുന്ന കണ്ടപ്പം ആരായാലും അങ്ങനെ വിചാരിക്കും. അത് കഴിഞ്ഞാണ് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. EME എന്ന് പറയുന്ന കോറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്യാൻ കാരണം എൻ്റെ അച്ഛനെയും അമ്മേനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് 18ാം വയസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്നത്തെ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു എങ്ങനെയെങ്കിലും 18ാം വയസ്സിൽ ഒരു സാലറി കിട്ടുന്ന ഒരു ചെക്കനെ. അപ്പം ആ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ സ്പോർട്സ് ലൈഫ്. കാരണം ആർമി ട്രെയിനിങ് അങ്ങനത്തെ ട്രെയിനിങ് ആണ്. ഞാൻ അതിലും സൈഡിൽ കൂടെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫിറ്റ്നസ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിലും സ്കൂളിൽ കാണിച്ച അതേ മണ്ടത്തരങ്ങളായിരുന്നു ഞാനും അവിടെയും കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഓരോ സീസണിലും ഓരോ ഗെയിംസ് ഉണ്ടാവും. അതിൽ ഞാൻ എല്ലാത്തിലും പോയി പങ്കെടുക്കുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ സ്ട്രെസ്ഫുള്ളാകാൻ തുടങ്ങി. കാരണം എന്തർത്ഥമാണ് ഞാൻ ഈ രീതിയിൽ ഞാൻ ജീവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ മദ്യപാനം എന്നൊരു സംഭവത്തിൽ തുടങ്ങി. അത് എൻ്റെ ഒരു സ്ട്രെസ് ഫ്രീ സാധനമായിരുന്നു. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ ഒരു സീനിയർ, ചാൾസ് എന്ന ആളുടെ പേര്, ആൾ 42-43 വയസ്സായിരുന്നു. ആൾ 42 കിലോമീറ്ററൊക്കെ ഓടുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വയസ്സ് എന്നൊരു സാധനം ഒരു ലിമിറ്റില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജേണി തുടങ്ങിയത്. ആദ്യം ഞാൻ 21 കിലോമീറ്ററിലായിരുന്നു തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ അറിയാതെ പോയൊരു സംഭവം ഉണ്ടായിരുന്നു. 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു മാരത്തോൺ ഓട്ടം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പോയി പങ്കെടുത്തിട്ട് അതേപോലെ ജയിക്കാറുണ്ടായിരുന്നില്ല, ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, 15 വയസ്സായ ഒരു പയ്യൻ 21 കിലോമീറ്റർ ഒരു പ്രാക്ടീസ് ഇല്ലാണ്ട് പോയി ചെയ്തിട്ട് വരുന്ന ഒരു ഇത്. പക്ഷെ ഞാനത് എൻ്റെ കഴിവ് ഞാൻ അറിയാതെ പോയി. അത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുമുണ്ട് ആ ഇതിൽ. അങ്ങനെ പട്ടാളത്തിൽ ആ സാറിനെ കണ്ടതിന് ശേഷമാണ് ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ 21 കിലോമീറ്റർ ചെയ്തു. അത് കഴിഞ്ഞ് 42 കിലോമീറ്ററിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അൾട്രാ ജേണിയിലോട്ട് വരുന്നത്. അൾട്രാ എന്ന് പറയുന്നത് 42 കിലോമീറ്ററിൻ്റെ മേലെ ഏതൊരു ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു അത്ലീറ്റിനെയാണ് അൾട്രാ റണ്ണിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു 75 കിലോമീറ്ററുള്ള ഒരു ട്രെയിൽ റണ്ണിങ് ഉണ്ടായിരുന്നു.
ട്രെയിൽ റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 മീറ്റർ എലിവേഷൻ ആയിരിക്കും. അതിൽ ഫുൾ റൂട്ടിലൊന്നും ആരും ഉണ്ടാവില്ല. അതിൽ ഒരു റിബൺ വെച്ചിട്ടായിരിക്കും നമുക്ക് അത് നോക്കി വേണം നമുക്ക് ഫിനിഷ് ചെയ്യാൻ. എൻ്റെ ആദ്യത്തെ അൾട്രാ റണ്ണിങ് റേസ് ഞാൻ തോക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വാശിയായി, എന്തെങ്കിലും എനിക്ക് അതിൽ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആർമിയിൽ വന്നതിന് ശേഷമാണ് ഒരു ഡിസിപ്ലിനായ ഒരു ലൈഫ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം പട്ടാളത്തിൽ സമയത്തിന് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വഴക്ക് കേൾക്കുമായിരുന്നു. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂൾ ലൈഫിൽ ഒരുപാട് മിസ് ചെയ്തൊരു സംഭവം. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്പോർട്സ് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനിച്ചത്. ഞാൻ അങ്ങനെ ആ തോറ്റേൻ്റെ ഇതിൽ ഞാൻ 100 കിലോമീറ്റർ ഒരു ഓട്ടം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ചിട്ട്. അതിൽ വലിയ പ്രാക്ടീസൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ 100 കിലോമീറ്റർ 12.5 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു കഴിവുണ്ടെന്ന്. പിന്നെ ഞാൻ വിടണം എന്ന് വിചാരിച്ചിട്ടില്ല. അത് ഫ്യൂച്ചറായിട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പ്ലാൻ. അങ്ങനെ ഒരു 12 മണിക്കൂറിൻ്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു മുംബൈ വെച്ചിട്ട്. ഒരു 400 മീറ്റർ ഗ്രൗണ്ടിലായിരുന്നു ഒരു ഓട്ടം ആ 12 മണിക്കൂർ. നിങ്ങൾ ആലോചിക്കണം, 400 മീറ്റർ 12 മണിക്കൂർ, 400 മീറ്റർ ഗ്രൗണ്ടിൽ 12 മണിക്കൂർ ഓടുക എന്ന് പറഞ്ഞാൽ എന്ത് പാടായിരിക്കും. പക്ഷെ എനിക്കിതിനെക്കുറിച്ച് ഞാൻ വലിയതായിട്ട് ആലോചിക്കാനൊന്നും പോയില്ല. കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഓടുക എന്നുള്ള മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചുരുക്കം പ്രാക്ടീസോടെ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 109 കിലോമീറ്ററാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വരുന്നത് ഒരു സാറിനെ ഞാൻ കണ്ടായിരുന്നു, എൻ്റെ ഒരു ഫെഡറേഷനിലുള്ള ഒരാൾ. ആളാണ് പറഞ്ഞത്, ജീനോ ഇങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ നിനക്ക് വേൾഡ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ആ സാറിൻ്റെ ഗൈഡൻസിൽ വെച്ച് ഞാൻ 24 മണിക്കൂറിൽ വരുമായിരുന്നു. ആദ്യത്തെ 24 മണിക്കൂർ ഞാൻ ചെയ്തത് ചണ്ഡീഗഡ് വെച്ചിട്ടായിരുന്നു. അതിൽ 215 ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് പോയുള്ള ക്വാളിഫിക്കേഷൻ ടൈം. അതിൽ ഞാൻ ആകെ ചെയ്തത് 208 കിലോമീറ്റർ ആയിരുന്നു. കാരണം അതിനുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ചെയ്യാന്നുള്ളൊരു മനസ്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ന്യൂട്രീഷനായാലും ഏത് കാര്യമായാലും ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. 400 മീറ്റർ ഗ്രൗണ്ടിൽ ഓടുന്നു, ന്യൂട്രീഷൻ എടുക്കുന്നു, പിന്നെ ഓടുന്നു. ആ ഇതായിരുന്നു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം തണുപ്പത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ എനിക്ക് ക്വാളിഫൈ ചെയ്ത് വേൾഡ് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത 24 മണിക്കൂർ രജിസ്റ്റർ ചെയ്തിട്ട് ബാംഗ്ലൂർ ചെയ്യുന്നത്. അന്ന് പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വൈഫുണ്ടായിരുന്നു. വൈഫ് കാരണമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വേൾഡിൽ സ്റ്റേജിൽ എത്താൻ കാരണം ആ 24 മണിക്കൂറിൽ ഒരേ ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അങ്ങനെ ആ സപ്പോർട്ട് കൊണ്ട് കാരണമാണ് ഞാൻ 219 കിലോമീറ്റർ ആ കോമ്പറ്റീഷൻ ചെയ്തായിരുന്നു. ആ ക്വാളിഫിക്കേഷൻ ടൈം കിലോമീറ്റർ വെച്ചിട്ട് എനിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റൊമാനിയ വെച്ചിട്ട് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിലെല്ലാം ഇങ്ങനെയാണ്. ഒരു കാര്യവും നേരെ രീതിയിൽ നടക്കില്ല. എല്ലാം വളഞ്ഞ ഇങ്ങനെ കറക്കി ആയിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കാറുള്ളൂ. അങ്ങനെ ആ കൊറോണ വന്ന സമയമായിരുന്നു അത്. അങ്ങനെ അത് ക്യാൻസലായി. അത് കഴിഞ്ഞ് 2 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു അടുത്ത ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ എൻ്റെ ജോലിയുടെ ഇടയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ജോലിയുടെ ഇടയിൽ പറയാൻ കാരണം, ഞാൻ ജോലിയുടെ ഇടയിൽ ഇപ്പം ഡ്യൂട്ടി ചെയ്തിട്ടും രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട് ഞാൻ ഓടാറുണ്ടായിരുന്നു. 2 മണിക്കും രാത്രി 2 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും അങ്ങനെ ഓടുന്ന കണ്ടിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയായിരുന്നു, നിനക്ക് വട്ടാടാണ്. കാരണം അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ പൈസയായിട്ട് എനിക്കൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ വിചാരം പൈസയിലാണ് എല്ലാ കാര്യവും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല വിചാരിച്ചത്. എൻ്റെ ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ അതാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനം തന്ന സാധനം. കാരണം ഞാൻ അത് ഒരുപാട് മിസ് ചെയ്തൊരു സംഭവമായിരുന്നു. ആ ആർമി ലൈഫിൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് പിന്നെ അടുത്ത ചാമ്പ്യൻഷിപ്പ് വന്നപ്പം എനിക്ക് 238 കിലോമീറ്റർ ഓടി ഞാൻ 3rd വരെ ഉണ്ടായി. അതിൻ്റെ ബേസിസിൽ എനിക്ക് 24 മണിക്കൂർ വേൾഡ് സ്റ്റേജിൽ ചൈനീസ് തൈപ്പയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പങ്കെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസരം വന്നപ്പം ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം വേൾഡ് സ്റ്റേജിൽ പോയി പങ്കെടുക്കാമെന്ന് പറയുമ്പം അറിയാലോ, ആർമിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ
അവിടെ പോയതിനു ശേഷം ഞാൻ 260 കിലോമീറ്റർ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ മഴയും ഇതെല്ലാം വന്നപ്പം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ ഞാൻ ഒരുപാട് വിഷമിക്കുകയായിരുന്നു 2-3 ദിവസങ്ങളൊക്കെ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോയി പങ്കെടുക്കുന്നത്. അതും ഫെയിലിയറായിട്ട് തിരിച്ച് വന്നപ്പം എനിക്ക് നാണക്കേടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാനുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അടുത്ത വർഷം 24 മണിക്കൂർ ഓഷ്യാനയിൽ ഓസ്ട്രേലിയ വെച്ച് നടക്കുന്ന ടീമിൽ ഇത് ലെറ്റർ വന്നായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. അതിൽ പിന്നെയും ഞാൻ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. പക്ഷേ അതിൽ എൻ്റെ വൈഫാണ് പറയാൻ തുടങ്ങിയത്, ജീനോ ഇങ്ങനെ ഇവിടെ നീ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർന്നു, ഇനി ഒരു അർത്ഥം ഉണ്ടാവില്ല. ആ ഒരു ഇതിൽ ഞാൻ പിന്നെയും തുടങ്ങി. പിന്നെ നല്ല കറക്റ്റായിട്ട് ന്യൂട്രീഷൻ പ്ലാനും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സോടെ ഞാൻ പിന്നെ ഇറങ്ങിച്ചെന്നു. പിന്നെ ഞാൻ 2025 നാഷണൽ ചാമ്പ്യൻ ആവുകയായിരുന്നു. 238.6 കിലോമീറ്റർ ചെയ്ത് ഞാൻ ആ ബേസിസിൽ എനിക്ക് 2025 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഫ്രാൻസിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അതിൽ ഞാൻ 265 കിലോമീറ്റർ ഓടി ടോപ്പ് 10-ലെത്തുണ്ടായി. ഞാൻ സത്യം പറഞ്ഞാൽ ടോപ്പ് 10-ലെത്തണമെന്ന് എനിക്ക് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പെർഫോമൻസിനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 24 മണിക്കൂർ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വേദനയോടെയാണ് ഞാൻ ഓടുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോഴേ വേദനയുടെ കൂമ്പാരമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പം ഒരു ടൈം നമ്മൾ വേദനയെ നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മെൻ്റലിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആവേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. ഡിസിപ്ലിനായിട്ടും കൺസിസ്റ്റൻസി ആയിട്ടും ചെയ്യുവാണെങ്കിൽ നമുക്ക് സക്സസ് എന്തായാലും ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് വൈകിയായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി. അപ്പം ഇതേപോലെ ഒരു അവസരം തന്നതിൽ എനിക്ക് എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.